ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ മലഹൂത്താണ്. ഒരു അറേബ്യൻ ഡിഷാണ്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് സവാള കട്ട് ചെയ്തത്, 3 സവാള കട്ട് ചെയ്തത്, അതുപോലെ തന്നെ 3 തക്കാളി കട്ട് ചെയ്തത്, അതുപോലെ കുറച്ച് പച്ചമുളക്, ഏലം, പട്ടം, പൂവ്, അതുപോലെ ലൈമോൺ, മാജി, കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ടൊമാറ്റോ പേസ്റ്റ്, അതുപോലെ കപ്സപ്പൊടി. നമ്മൾ മട്ടനിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു 9 കിലോ മട്ടനാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. മട്ടൻ നല്ലവണ്ണം കഴുകി വൃത്തിയായി വെച്ചിട്ടുണ്ട്. ഏകദേശം 9 കിലോ മട്ടൻ ഉണ്ടാകുമ്പോൾ ഒരു 15 കിലോ 20 കിലോ വെക്കുന്ന ഒരു പാത്രം എടുക്കണം. അതിൽ നല്ല സൺഫ്ലവർ ഓയിൽ കുറച്ച് വയ്ക്കുക. ചൂടായതിനു ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക. അതൊന്നിങ്ങനെ മൂത്ത് വന്ന് നല്ലൊന്ന് സ്മെല്ലായിട്ട് വരുന്നു. നല്ലൊന്ന് സ്മെല്ലായിട്ട് വന്നിട്ട് നല്ല ഒന്ന് മൂത്ത് സ്മെല്ലൊക്കെ ആയിട്ട് ശേഷം അതിലേക്ക് സവാള ഇടാം. സവാള നല്ലവണ്ണം എണ്ണയിൽ ലേശം മൂത്ത് വന്നിട്ട് അതിലേക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് പെട്ടെന്ന് സവാള ചുവന്ന് വന്നോളും. പെട്ടെന്ന് വാടാനൊക്കെ ഏറ്റവും നല്ലതാണ്. ഏകദേശം സവാള മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ലൈമോണ്, ഉണക്ക ലൈമോണാണ് കേട്ടോ. അത് ഉണക്ക നാരങ്ങയാണ്. ഏലം, പട്ട, പൂവ് എന്നിവ ചേർത്ത് കൊടുക്കുക. കുരുമുളക്, അതൊക്കെ അതിൽ കിടന്നൊന്നങ്ങോട്ട് വെന്ത് വരാണ്ട് കേട്ടോ. എല്ലാം ഇതിലൊന്ന് കിടന്ന് ഒന്ന് വെന്ത് നല്ല സ്മെല്ലൊക്കെ എണ്ണയിൽ പിടിച്ച് ഉള്ളിയിലൊക്കെ പിടിക്കണം. അതിൻ്റെ ഏകദേശം ഉള്ളിയൊക്കെ ഒന്ന് വാടി നല്ലോണം വാടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ടൊമാറ്റോ ഒന്ന് നല്ലോണം വന്നോട്ടെ. ചൂടൊക്കെ തട്ടി നല്ലോണം വെന്ത് ശരിയായി. ഏകദേശം ടൊമാറ്റോ ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ഏകദേശം വെന്ത ശേഷം ആദ്യം പച്ചമുളക് ലേശം ചേർത്ത് കൊടുക്കാം. ശേഷം ലേശം നല്ല കറിവേപ്പില, നാടൻ കറിവേപ്പിലാണ് കേട്ടോ. ഞാനൊരു നാടൻ സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഏകദേശം അറേബ്യൻ ഫുഡാണ്. നമുക്ക് നാട്ടിലെ ആളുകൾക്ക് അതുപോലെ എരിവും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാടൻ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിവേപ്പിലിൻ്റെ സ്മെല്ലൊക്കെ വരുന്നല്ല. എന്നിട്ട് രസം തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി പേസ്റ്റ് അതിൽ കണ്ട് ചൂടായി ഒന്ന് വെന്ത് വരുമ്പോൾ നല്ല ചുവന്ന നിറവും മസാലയൊക്കെ ഒന്ന് ചുവന്ന നിറവും. തക്കാളി പേസ്റ്റ് നല്ലോണം വെന്തോട്ടെ. ലേശം ചുവന്ന. എന്നിട്ട് ലേശം ഇഞ്ചിപ്പൊടി, കുരുമുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി ഒരു 1.5 ടീസ്പൂൺ, മുളക് പൊടി ഒരു 3-4 ടീസ്പൂൺ. നമ്മുടെ എരിവുള്ളത് ഐറ്റംസാണ്. അതുപോലെ ലേശം പെരുംജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, അതുപോലെ ലേശം മല്ലിപ്പൊടിയാണ്. ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം കൊണ്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇതിൽ വരുന്നത്. പിന്നെ മാജി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കപ്സ മസാല ഉണ്ടായിരുന്നത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലവണ്ണം വെന്തോട്ടെ. ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടി പിടിക്കാതെ നോക്കണേ. അടി പിടിക്കാതെക്കാനാണ് ലേശം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇനി മട്ടൻ ഇടാം. ഞാനൊക്കെ കഴുകി വെച്ച് മട്ടൻ ഇട്ടു, അടുപ്പത്ത് വെച്ചു. ഇനി ഒരു മണിക്കൂർ മട്ടൻ ഒന്ന് വെന്തോട്ടെ. നല്ല വേവ് നല്ലവണ്ണം വേവണം. ഏകദേശം നമ്മുടെ മട്ടന് ഏകദേശം വെന്തു റെഡിയായി. ഇതിലേക്ക് ഞാൻ അരി ഇട്ടു. ഏകദേശം അരി റെഡിയായിട്ടോ. അരി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ വെള്ളം പറ്റിയാൽ നമുക്ക് കബ്സ മാറ്റി വെക്കാം. ഏകദേശം നമ്മുടെ കബ്സ റെഡിയായി. തിളച്ച് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഏകദേശം വെള്ളമൊക്കെ വറ്റി. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചാൽ മതി. നല്ലൊന്ന് ഇളക്കി കൊടുത്ത്. അപ്പോൾ ഏകദേശം നമ്മുടെ കബ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ കബ്സ റെഡി. എന്താണ് അതിൻ്റെ സ്മെല്ല്? അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ കബ്സ. ഇനി നമുക്ക് കഴിക്കാം. ഇനി ഞങ്ങളെല്ലാവരും കഴിക്കാൻ ഇരുന്നു. ഇനി ഇവരോട് അഭിപ്രായം ചോദിക്കാം നമുക്ക്. എങ്ങനെ, അടിപൊളിയല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.